വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ എൻ്റെ ഒരു ഫ്രണ്ട് പ്രഗ്നൻസി ആകുന്ന ഒരു ടൈം പീരീഡിൽ, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ എന്തൊക്കെ ലക്ഷണം ഉണ്ടാകുമെന്ന് നോട്ട് ചെയ്ത് വെച്ചതും പ്രഗ്നൻസി പോസിറ്റീവ് ആയപ്പോഴേക്കും ആ ലക്ഷണങ്ങളെല്ലാം ഡേ ബൈ ഡേ ഉണ്ടായത് ഷെയർ ചെയ്തതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ ചെയ്തപ്പോഴേക്കും എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി എനിക്കും ഇതുപോലെ നോട്ട് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്, കുറേ അധികം നാളുകളായിട്ട് ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, പ്രഗ്നൻസി എനിക്ക് പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഞാൻ ആ ലക്ഷണങ്ങൾ ചേച്ചിക്ക് മെയിൽ ചെയ്ത് തരാം, ഫോട്ടോ എടുത്ത് മെയിൽ ചെയ്ത് തരാമെന്ന് ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രഗ്നൻസി പോസിറ്റീവ് ആയപ്പോഴേക്കും ആ കുട്ടി മെയിൽ ചെയ്തു. അപ്പോൾ എന്തെല്ലാം ലക്ഷണങ്ങളാണ് ഡേ ബൈ ഡേ ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഈ ലക്ഷണങ്ങളെല്ലാം ഓരോരുത്തരും നമുക്ക് ഷെയർ ചെയ്ത് തരുന്നത് നമുക്ക് ശരീരത്തിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു കെയർ കൊടുക്കാനും അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന പല മാറ്റങ്ങളും നമ്മൾ എളുപ്പത്തിൽ റെക്കഗ്നൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി പോസിറ്റീവ് ആയ ഒരു കുട്ടിക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രഗ്നൻസി ത്രൂ ഔട്ട് ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ടേക്ക് പോകാനും നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രഗ്നൻസിയിൽ വരുന്ന ഓരോ ലക്ഷണങ്ങളും ഷെയർ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അത് ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് ചാനലിലോട്ട് മെയിൽ ചെയ്ത് തരിക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഈ കുട്ടിക്ക് ഇംപ്ലാന്റേഷൻ്റെ സമയത്ത്, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണല്ലോ നമുക്ക് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത്. അങ്ങനെ ഒരു രീതിക്ക് ഇത് ചാർട്ട് ചെയ്ത് വന്നപ്പോഴേക്കും ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 9th ഡേ വരെ, അതായത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു ടൈം പീരീഡ് തുടങ്ങുന്ന ആ ഒരു 9th ഡേ വരെ ഈ കുട്ടിക്ക് വേറൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ദെൻ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് 9th ഡേ ലോവർ അബ്ഡമന് ഇടയ്ക്ക് മാത്രം ചെറിയൊരു വേദന ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. സൈഡ് ഏതാണെന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് മറന്നുപോയി, കാരണം സൈഡ് പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരുന്നില്ല വേദന വന്നതെന്ന് പറയുന്നു. ജസ്റ്റ് ഒരു വേദന വന്നു പോയി, അത് ലെഫ്റ്റിലാണോ റൈറ്റിലാണോ അല്ലെങ്കിൽ സെൻറ്ററിലാണോ എന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഓവുലേഷൻ്റെ ആ ഒരു 9th ഡേ ഉണ്ടായ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ദെൻ ഒരു 10th ഡേ ആയപ്പോഴേക്കും വയറിൽ അസ്വസ്ഥത ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു നേരത്തെ മുൻപ് പറഞ്ഞ ലക്ഷണം അല്ല ഉണ്ടായത്, പക്ഷേ വയറിൽ എന്തൊക്കെയോ ഒരു പ്രകമ്പനം വയറിലുള്ളതുപോലെ ഒരു അസ്വസ്ഥത വയറിൽ അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉറക്കം ഭയങ്കര അധികം കൂടുതലായിരുന്നു എന്ന് പറഞ്ഞു. ഡെയിലി ജോലിക്ക് പുറത്ത് പോകാതെ വീട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്, പക്ഷെ രാവിലെ ഉറങ്ങാത്ത ശീലം, പകലുറക്കം ഇല്ലാത്ത ഒരാളായിരുന്നു എന്ന് പറഞ്ഞു. ദെൻ ഇംപ്ലാന്റേഷൻ്റെ ഈ ഒരു ടൈം പീരീഡിൽ പെട്ടെന്ന് പകൽ ഉറങ്ങാനായിട്ട് ഭയങ്കര ടെൻഡൻസി ആയിരുന്നു എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോകുമ്പോഴേക്കും ഈ കുട്ടി വീട്ടിൽ തനിച്ചായിരുന്നു. അപ്പോൾ രാവിലെയുള്ള ടൈമൊക്കെ എന്തെങ്കിലും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാനിരുന്നു വെച്ചത്. പക്ഷേ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 10th ഡേ ആയപ്പോഴേക്കും ഉറക്കം വരാനായിട്ടുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ ഒരു 11th ഡേ ആയപ്പോഴേക്കും ബ്രസ്റ്റ് പെയിൻ സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ കാലിനും വേദന ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ഒരാൾക്ക് ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ലക്ഷണങ്ങളിൽ പ്രമുഖമായിട്ടുള്ള ഒന്നാണ് ബ്രസ്റ്റ് പെയിൻ എന്ന് പറയുന്നത്. ഫീഡ് ചെയ്യാനായിട്ട് ബ്രസ്റ്റും പ്രിപ്പയർ ആവുന്നത് കൊണ്ടാണ് നമുക്ക് വേദന അവിടെ അനുഭവപ്പെടുന്നത്. ഈ ബ്രസ്റ്റ് പെയിൻ പല തരത്തിൽ നമുക്ക് ഫീൽ ചെയ്യാം. ചില ആളുകൾക്ക് തൊടുമ്പോൾ ഭയങ്കര വേദന, ചില ആൾക്ക് ഭയങ്കര ഹെവിനെസ്, ചില ആളുകൾക്ക് കുറച്ച് കഴിയും തോറും സൈസ് കൂടുന്നതായിട്ട് തോന്നുന്നു, ചില ആളുകളുടെ നിപ്പിളിൽ കളർ ചേഞ്ചസ് ഉണ്ടാവുന്നു. അങ്ങനെ പല ടൈപ്പ് മാറ്റങ്ങൾ നമുക്ക് ബ്രസ്റ്റിൽ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 11th ഡേ ആയപ്പോഴേക്കും ബ്രസ്റ്റിൽ പെയിനും ഉണ്ടായിരുന്നു, അതുപോലെ കാലിനും വേദന ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദെൻ 12th ഡേ ആയപ്പോഴേക്കും സെയിം, അതായത് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഉണ്ടായതുപോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടായതായിട്ടാണ് പറഞ്ഞത്. വേറെ കൂടുതലൊന്നും മാറ്റങ്ങൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ദെൻ അബ്ഡമൻ പെയിൻ ഉണ്ടായിരുന്നില്ല, അത് ആദ്യത്തെ ഒരു ദിവസം മാത്രം ഉണ്ടായി എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ദെൻ ഒരു 13th ഡേ ആയപ്പോഴേക്കും ഓവുലേഷൻ്റെ 13th ഡേ വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിട്ട് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ദെൻ സെയിം ബ്രസ്റ്റ് പെയിനും ഉണ്ടായിരുന്നു, കാലുവേദനയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുമ്പോഴേക്കും പ്രൊജസ്ട്രോൺ ഹോർമോണും അതുപോലെ ഈസ്ട്രജൻ ഹോർമോണും ഒക്കെ ശരീരത്തിൽ ഇൻക്രീസ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടും വജൈനൽ ഏരിയയിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടും ഒരുപാട് പേർക്ക് വജൈനൽ ഡിസ്ചാർജ് ഭയങ്കര കൂടുതലായിട്ട് പ്രഗ്നൻസി സമയത്ത് കാണപ്പെടാറുണ്ട്. ഇത് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ആ ഒരു ലക്ഷണം ഈ കുട്ടിക്ക് ഉണ്ടായെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലക്ഷണം ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വജൈന ഭയങ്കര ഡ്രൈ ആയിരിക്കും കേട്ടോ, അങ്ങനെയും ഉണ്ടാവാറുണ്ട്. ദെൻ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 14th ഡേ, ആ ഒരു 14th ഡേയിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ദെൻ വജൈനൽ വെറ്റ്നസ്സും ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ചില ആളുകൾക്ക് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് താല്പര്യം കൂടുതലായിരിക്കും. പ്രഗ്നൻ്റ് ആകുന്ന സമയത്താണ് പലർക്കും ഈ താല്പര്യം കൂടുതലായിട്ട് വരുന്നത്. ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഒരു മിഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത്, അതും ഒരു റീസൺ ആണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഹോർമോൺസിൻ്റെ ഒരു ഹൈക്കൊക്കെ വരുമ്പോഴേക്കും ചില ആളുകൾക്ക് അവരുടെ ശരീരം കോണ്ടാക്ട് ചെയ്യാൻ
ചെയ്യാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് സെർവിക്സിൻ്റെ ആ ഒരു വജൈനൽ ഏരിയയിൽ നിങ്ങൾക്ക് വെറ്റ്നസ് കൂടുതലായിട്ട് അനുഭവപ്പെടാം. അങ്ങനെ ഒരു ലൂബ്രിക്കേഷൻ നമുക്ക് കൂടുതലായിട്ട് വരുമ്പോഴാണ് ഒട്ടുമിക്ക ആളുകൾക്കും കോൺടാക്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായി വരുന്നത് കേട്ടോ. ദെൻ ഒരു 15th ഡേ ഒക്കെ ആയപ്പോഴേക്കും, ഓവുലേഷൻ്റെ 15th ഡേ ഒക്കെ ആയപ്പോഴേക്കും പീരിയഡ്സ് മിസ്സായി. അതുപോലെ തന്നെ മുഖത്ത് ധാരാളം കുരുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓൾറെഡി പീരിയഡ്സ് ആകുന്ന സമയത്ത് മുഖത്ത് കുരുക്കൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ അങ്ങനെ കണ്ടപ്പോഴേക്കും പീരിയഡ്സ് ആകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എക്സ്പെക്റ്റഡ് ഡേറ്റിൽ പീരിയഡ്സ് മിസ്സായി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പുതിയൊരു ലക്ഷണം ഉണ്ടായി, അതായത് കിതപ്പ് അനുഭവപ്പെടുക. കുറച്ചൊന്ന് നടക്കുമ്പോൾ തന്നെ ഭയങ്കര കിതപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഫിസിക്കലി ആക്റ്റീവ് ആകുന്ന സമയത്തായിരുന്നു ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അതുപോലെ ഒരുപാട് നേരം കിടക്കാനായിട്ടുള്ളൊരു ടെൻഡൻസീസും കൂടുതലായിട്ട് ആ സമയത്ത് ഉണ്ടായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് ശരീരത്തിലെ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുമ്പോഴാണ് ഇങ്ങനൊരു കിതപ്പ് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. നിങ്ങളിപ്പോൾ പ്രൊജസ്ട്രോണിൻ്റെ ഒരു സപ്ലിമെൻറ്റ് എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും പ്രൊജസ്ട്രോൺ ശരീരത്തിൽ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിതപ്പ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊജസ്ട്രോൺ സപ്ലിമെന്റ്സ് എടുക്കുന്ന ഒരാൾക്ക് ഇത് ഡയറക്റ്റ് പ്രഗ്നൻസി ലക്ഷണമാണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ. ആ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ പീരിയഡ്സിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന മുഖക്കുരു ഉണ്ടായിട്ടും എക്സ്പെക്റ്റഡ് ഡേറ്റിൽ 15th ഡേയിൽ പീരിയഡ്സ് മിസ്സായി. ദെൻ 16th ഡേ ആയപ്പോഴേക്കും ചെറിയൊരു ബ്രൗൺ കളറിലെ സ്പോട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്പോട്ടിംഗ് അവിടെ കൊണ്ട് തന്നെ നിൽക്കുകയാണ് ചെയ്തത്. പിന്നീട് അങ്ങോട്ടേക്കുള്ള ഒരു ദിവസം ഒന്നും സ്പോട്ടിംഗ് ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ കൺവേ ചെയ്തപ്പോഴേക്കും ഞാൻ പറഞ്ഞു സ്പോട്ടിംഗ് നമുക്ക് നിൽക്കുകയാണെങ്കിൽ, അതായത് ബ്ലീഡിംഗ് ആയിട്ട് വരുന്നില്ലെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രൗൺ കളറിലെ ചെറുതായിട്ടുള്ളൊരു സ്പോട്ടിംഗ് മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞത്. പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴേക്കും പല ആളുകൾക്കും ചെറു സ്പോട്ടിങ് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോൾ ആ ഒരു റീസന്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെയൊരു സ്പോട്ടിങ് ഉണ്ടായത്. പിന്നീട് അങ്ങോട്ടേക്ക് ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ദെൻ കിതപ്പ് കൂടി വന്നു എന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെ തുണി എടുത്ത് ബക്കറ്റിൽ വിരിക്കാനായിട്ട് വെള്ളം എടുത്തിട്ട് തുണി വിരിക്കാനായിട്ട് പോകുമ്പോൾ കിതപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ചു വരുമ്പോഴും അതുപോലെ മുറ്റമടിക്കുമ്പോഴും ഒക്കെ ഭയങ്കര കിതപ്പ് അനുഭവപ്പെടുന്നതായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ ഒരു 17th ഡേ ഒക്കെ ആയപ്പോഴേക്കും പല്ലിന് വേദന, അതായത് രാവിലത്തെ സമയങ്ങളിലൊക്കെ മോണയ്ക്ക് ഭയങ്കര വേദന അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. പല്ല് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴേക്കും കേടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ വീട്ടിൽ തന്നെയുള്ള ചെക്കാണ് ചെയ്തതെന്ന് തോന്നുന്നു. ഡോക്ടറെ പോയി കണ്ടത് എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ കേടൊന്നും പല്ലിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ മോണയ്ക്ക് ഭയങ്കര ഒരു ഒരു വീക്കം പോലെ അനുഭവപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു പെയിൻ നല്ലതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ അതിനുശേഷം 18th ഡേ, അതായത് നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 18th ഡേ വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസ് നല്ലതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ വൊമിറ്റ് ചെയ്ത് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ചില ആളുകൾക്കുള്ളൊരു ബുദ്ധിമുട്ടാണത്. നോഷിയ എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് വൊമിറ്റ് ഉണ്ടാവില്ല, പക്ഷേ എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് വൊമിറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് നന്നായിരുന്നു എന്നുള്ള തരത്തിലുള്ളൊരു അസ്വസ്ഥതയായിരിക്കും പലർക്കും ഉണ്ടാകുന്നത് കേട്ടോ. ദെൻ അതിനുശേഷം ഇംപ്ലാന്റേഷനൊക്കെ കഴിഞ്ഞ് ആ ഒരു ടൈം പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഓവുലേഷൻ്റെ 19th ഡേ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി. അത് കാർഡ് ടെസ്റ്റ് അല്ല ചെയ്തത്, BHCG ചെയ്തു എന്നാണ് പറഞ്ഞത്. BHCG ടെസ്റ്റ് ചെയ്തു, പ്രഗ്നൻസി കൺഫേം ആയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ലക്ഷണങ്ങളാണ് ആ കുട്ടിക്ക് ഉണ്ടായത്. അത് ഡെയിലി ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്ന, അതായത് ഇതിന് മുൻപുള്ള മാസങ്ങളിലും ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്ന ശീലം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇട്ടപ്പോഴേക്കും എനിക്കിങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, ചേച്ചി ഞാനും ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്തു. ഇതുപോലെ നിങ്ങൾക്കും അയച്ചു തരാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ലക്ഷണങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും യാതൊരു ലക്ഷണവും ഇല്ലാതെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ആളുകളുണ്ട്. യാതൊരു ലക്ഷണവും ഇല്ല എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പ്രഗ്നൻസി ലക്ഷണമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് സോകോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങളായിട്ടുള്ള തലകറക്കം, ഛർദിൽ, നെഞ്ചരിച്ചിൽ, അല്ലെങ്കിൽ തലകറങ്ങി വീഴൽ, ഇതൊക്കെയായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയുള്ള ലക്ഷണമല്ലാതെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള വ്യത്യാസമുണ്ടും നമ്മുടെ ആരോഗ്യത്തിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഒക്കെ കൊണ്ടിട്ട് പലതരത്തിലുള്ള വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി സിംറ്റംസ് പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സോകോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരീഡ് ഡേറ്റിൽ നിങ്ങൾ പീരീഡ് മിസ്സാകുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറുതായിട്ടാണെങ്കിലും ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യവും നിങ്ങൾ മോണിറ്റർ ചെയ്യണം. നോർമലി നിങ്ങൾക്ക് ഉണ്ടായതിനെ അപേക്ഷിച്ച് ബ്ലീഡിങ് കുറവാണെങ്കിൽ, പ്രീവിയസ് മന്തിനെ അപേക്ഷിച്ച് നോക്കിയിട്ട് ബ്ലീഡിങ് കുറവാണെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.